ചാൻസ് എടുക്കുകയാണ്. ലാസ്റ്റ് ഓവർ സ്പിന്നറാണെന്ന് ഉറപ്പാണ്. നീ ഷഹബാസ് അഹമ്മദ് അല്ലെങ്കിൽ മാർക്കർ. എന്തിനാണ് ഷഹബാസിനെ പറ്റി മാർക്കർ എറിയിച്ചതെന്ന് അറിയില്ല. അല്ലെങ്കിൽ LSC 3 പേസ് ബോളേഴ്സ് ഉള്ളു അവരുടെ സ്ക്വാഡിൽ, അല്ല അവരുടെ 11-ൽ. അതെന്തൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. 3 പേസ് ബോളേഴ്സിനെ വെച്ചിട്ട് എങ്ങനെയാണ് അവർ CSK ഫസ്റ്റ് ബോളിംഗ് ആയിട്ട് പോലും അവർ ഇമ്പാക്ട് പ്ലെയർ ബാറ്റർ ആയിരുന്നു. CSKക്ക് 5 ബോളിംഗ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ 5ഉം കറക്റ്റ് ബോളിംഗ് ഓപ്ഷൻസ് ആയിരുന്നു. പക്ഷെ LSC സംബന്ധിച്ചിടത്തോളം LSCയുടെ ഒരു ബോളിംഗ് ഓപ്ഷൻസ്, LSCക്ക് ഒരു ബോളറെ കൂടെ ആവശ്യമുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. ഇൻ കേസ് ഇപ്പോൾ LSC പെട്ടെന്നൊരു സ്ട്രഗിൾ നേരിട്ട് ടീം തകർന്നെങ്കിൽ ഇവർ എന്തായാലും ഒരു മാറ്റർ ഇമ്പാക്ട് ഇറക്കണമല്ലോ. അപ്പോൾ ഇവർക്ക് 4 ബോളർമാരുള്ളൂ. മാർക്കർ എറിയേണ്ടി വന്നേനെ 4 ഓവർ. എന്തായാലും ഒരു മോശം സെറ്റപ്പ് ആയി പോയി ബോളിങ്ങിന്റെ. ലാസ്റ്റ് ഓവർ ഏതെങ്കിലും ഒരു പേസ് ബോളർ ആണെങ്കിൽ LSC ഈസിലി ജയിച്ചാൽ. ലാസ്റ്റ് ഓവർ 10 റൺ വേണമായിരുന്നു. സ്പിന്നർ ആയതുകൊണ്ട് മാത്രമാണ് LSC തോറ്റുപോയെന്ന് തോന്നുന്നു. പന്തിന്റെ ക്യാപ്റ്റൻസിൽ ടീം മാനേജ്മെന്റ് പിടിപ്പുകേടായിട്ടാണ് തോന്നിയത്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, തോൽക്കാൻ വേണ്ടി 2 ടീം മത്സരിച്ച കളിയിൽ ഏറ്റവും മെച്ചമുള്ള ഒരു ടീം ജയിച്ചു എന്നുള്ളത്. എന്തായാലും സാറ്റിസ്ഫൈങ് വിന്നല്ല, വളരെ മോശം ഒരു വിന്ന് തന്നെയായിരുന്നു. ഇതിൽ ഉർവിൽ പട്ടേലിന്റെ ഒരു ഇന്നിങ്സ്, അതും നമുക്ക് എല്ലാ കളിയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഋതുരാജ് ഗെയ്ക്വാദ് അതൊരു ഹിറ്ററല്ല. ഉർവിൽ പട്ടേലിനെയും നമുക്ക് എല്ലാ കളിയും ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ അടുത്ത കളി 10 റൺസിൽ ഔട്ടായി പോകാം, അല്ലെങ്കിൽ അടുത്ത കളി 20 റൺസ് എടുക്കാം, 30 റൺസ് എടുക്കാം. അതിന് മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യരുത്. പിന്നീട് വരുന്ന കാർത്തിക് ശർമ്മ ഹിറ്ററല്ല. അയാൾ ഒരു ODI സ്റ്റൈലിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ബ്രവിസ് ടച്ചിലല്ല, ഫോമിലല്ല. ദൂബയുടെ കാര്യം കണക്കാണ്. ഓവർ ടൈം എങ്ങനെ ഓവർ ഓർഡറിലാണ് ഇറങ്ങുന്നത്. സർഫറാസ് ഖാൻ ലെവലിലില്ല. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ടീമിൽ നിന്ന് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. കിട്ടിയത് എന്ത് ബോണസാന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി ഇപ്പോൾ LSC ആയിട്ട് കളി, അതുപോലെ GT ആയിട്ടൊക്കെ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഉറപ്പാണ്. ഇതിൽ വേറെ ഏത് ടീമായിട്ടും ജയിച്ചാലും GT ആയിട്ട് ജയിക്കാൻ ഭയങ്കര ടഫാണ്. എങ്ങാനും കടന്നുകൂടി അത്ഭുതം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു ബോളിംഗ് ഓക്കെ, ബോളിംഗ് 203 നമ്മൾ പവർ പ്ലേയിൽ അടിയിട്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ ബാറ്റിംഗ് ഈ സീസണിന്റെ തുടക്കത്തിൽ ഏറ്റവും കിടിലൻ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്ന ടീം ഇന്ന് ഇത്രയും ഒരു മോശം ബാറ്റിംഗ് ലൈനപ്പിലോട്ട്